ஆக்சுவலி ரொம்ப 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 சந்தோஷமாக இருக்குது. ஆனஸ்ட்லி ஐ ஃபீல் ஐ எம் வெரி பிளெஸ்ட். ஏன்னா உங்கள் எல்லார் முன்னாடி மலையாளம் மக்கள் முன்னாடி பெரிய ஸ்க்ரீனில் என்னோடய ஸ்டன்ஸ் பார்க்கும்போது, என்னோடய டான்ஸ் பார்க்கும்போது ஒரு ஆக்டருக்கு அதுதானே வேணும், அந்த ஒரு சாட்டிஸ்ஃபேக்ஷன் எனக்கு கிடச்சிருக்கு. ஐ ஃபீல் ஹாய் ஸோ தேங்க்யூ. ஸோ அந்த ஒரு சாட்டிஸ்ஃபேக்ஷன் எனக்கு கிடச்சிருக்கு. ரொம்ப ரொம்ப நல்லா இருக்குது. மொத்த கதை பார்க்கும்போது பயங்கர ஸ்பீடாக, பயங்கர கனெக்டடாக, பயங்கர இன்ட்ரெஸ்டிங்காக இருக்குது. ஏன்னா ஃபீமேல் ஸ்டன்ஸ் நீங்கள் ரொம்ப வருஷம் கழிச்சு தானே பார்க்குறீங்க ஸ்க்ரீனில், கரெக்ட் தானா? ஸோ டெய்லி இந்த மாதிரி படம் வராது. ஒரு டிஃப்ரெண்ட்டான கான்செப்டில் படம் பண்ணியிருக்கோம். நான் இப்போ சொல்ல முடியாது, நீங்கள் தியேட்டரில் வந்து பாருங்கள் படம். பட் ஐ ப்ராமிஸ் உங்கள் எல்லாருக்கும் படம் பிடிக்கும். இட்ஸ் அ ஃபீல் குட் மூவி அண்ட் டெஃபினெட்லி நீங்கள் பர்சனலாக தியேட்டரில் போயிட்டு படம் பார்க்கணும். மற்ற ரிவ்யூஸ் கேட்காம படம் பாருங்கள், எனக்கு ஃபீட்பேக் கொடுங்க. நிறையா ஹார்ட் ஒர்க் பண்ணியிருக்கோம் மொத்த டீம். த கேமரா, டைரக்ஷன், எவ்ரிதிங் இஸ் அமேசிங் கைஸ். ஸோ டூ வாட்ச் த ஃபிலிம். താങ്ക് യു സോ മച്ച്. ഐ എം വെരി പടം എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലൊരു മ്യൂസിക്കൽ എൻ്റർടൈൻമെൻറ്റാണ്. അതായത് നമ്മൾ സാറിന് ഈ മാപ്പിളപ്പാട്ടുകൾ നമുക്ക് പലർക്കും ഇഷ്ടമാണ്. പക്ഷേ ആ മാപ്പിളപ്പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ വീണ്ടും ഇതിലൂടെ കേൾക്കാൻ സാധിച്ചു. അതുപോലെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ എല്ലാവരും വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഒരു കോമഡി സെൻസിൽ പോകുന്ന ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റി. പിന്നെ പുതിയ നായകന്മാരൊക്കെ പുതിയ ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പല അതിൻ്റെ എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും സംവിധാനം എല്ലാം നല്ല ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് കാണിക്കാനായിട്ട് എൻ്റെ സംവിധാനം കഴിഞ്ഞു. നല്ലൊരു സ്ക്രിപ്റ്റാണ്. ഓൾ ദ ബെസ്റ്റ്. ഹായ്, ഞാൻ ശ്രവണ. ബെസ്റ്റി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഷാനു സമദും അതുപോലെ പ്രൊഡ്യൂസർ അബ്ദുൽ നാസർ സാറും എന്നെ ഈ ഒരു ക്യാരക്ടറിന് ചൂസ് ചെയ്തതിലും ഞാൻ ഈ സിനിമയിൽ പ്ലേസ് ആയതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് ഈ സിനിമ എത്തിയിരിക്കുകയാണ്. ഒരുപാട് നല്ല ആർട്ടിസ്റ്റ്, ഷഹീൻ സിദ്ദിഖ്, അതുപോലെ സാക്ഷി അഗർവാൾ, അഷ്കർ സൗദാൻ, അതുപോലെ സുരേഷ് കൃഷ്ണ സാർ, കുറേ സീനിയർ ആർട്ടിസ്റ്റൊക്കെ ഉള്ളൊരു പടമാണ്. ഈ സിനിമ നിങ്ങളെ പ്രേക്ഷകർ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. കുറച്ച് പേരൊക്കെ ഇപ്പോൾ സിനിമ കണ്ട അഭിപ്രായം പറഞ്ഞു തുടങ്ങി. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുള്ളൂ, ഒരു ആർട്ടിസ്റ്റ് നിലനിൽക്കുള്ളൂ, ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാട്ട് ഇറങ്ങിയപ്പോഴും കൊച്ചു ഇതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ ഈ പേര് സിനിമയുടെ പുറത്ത് വന്നപ്പോൾ ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ടൈമിലൊക്കെ. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ഈ സിനിമ ഒരുപാട് പേരുടെ, എസ്പെഷ്യലി ഞങ്ങളുടെ ഡയറക്ടർ ഷാനു സമദ് സാറിൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ എന്നെ പോയി കാണണം. ഞങ്ങളെല്ലാവരെയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. താങ്ക് യു. ഈ ഒരു സിനിമ അത് മാറുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓഡിയൻസിൻ്റെ കയ്യിലാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ ഈ ഒരു സിനിമ ഇൻ ഗുഡ് ടേംസ് ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഡയറക്ടറും ടീമും ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ സിനിമ കാണാം. ഉറപ്പായിട്ടും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് തന്നെ ഞങ്ങളുടെ ഈ സിനിമ, ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായം, എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങളെ പേഴ്സണലി അറിയിക്കണം. താങ്ക് യു. എന്താ പറയണത്? ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ശക്തി അഗർവാളിൻ്റെ ഗംഭീര സിനിമ തന്നെയാണ്. പിന്നെ ശ്രവാണിയാണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണ്. പിന്നെ ഷാഹിൻ സിദ്ദിഖേട്ടൻ കൂട്ടുകാരാണ്. പിന്നെ നമ്മുടെ അസ്കർ സൗദാൻ കൂട്ടുകാരാണ്. ഗംഭീര സിനിമ തന്നെയാണ്. കോമഡി, ലവ് ട്രാക്കും, പിന്നെ മുസ്ലിം ടൈപ്പ് ചേരുവകളും എല്ലാം കൊണ്ട് തന്നെ കളർഫുൾ, മാസ്, ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഒരു വൈബ് സിനിമയാണ്. ഒരു 2K കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സിനിമ തന്നെയാണ്. നമസ്കാരം. അപ്പോൾ ഞാൻ ബെസ്റ്റ് ഷോ കണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചിത്രം കാണുക എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചിത്രം. നമ്മളല്ലല്ലോ പറയുന്നത്, പ്രേക്ഷകരല്ലേ ഇനി പറയേണ്ടത്. എല്ലാവരും കാണട്ടെ, ചിത്രം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൂ. വളരെ സന്തോഷം. താങ്ക്സ്. വന്നിട്ടുണ്ട്. കോമഡി എല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാക്ഷിയുടെ, അഷ്കർക്കയുടെ ഒക്കെ അടിപൊളി സ്റ്റണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു മൂവിയാണ്. നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. നല്ല ഫ്രണ്ട്ഷിപ്പ്, പ്രണയം എല്ലാം പറയുന്നൊരു മൂവിയാണ്. ഇത്
ഇതൊക്കെ തന്നെ ഇനി ആക്ച്വലി നമ്മൾ കുറേ വട്ടം ഇതിൻ്റെ എഡിറ്റിങ്ങും ബാക്കിയുള്ള ഇതിലൊക്കെ വെച്ചിട്ട് ഈ മൂവി കണ്ടിട്ടുണ്ട്. സോ ജനങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഉണ്ടോ? താങ്ക് യു. എൻ്റെ സീൻസ് കണ്ടിരുന്നോ മൂവി കണ്ടിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നോ? അപ്പം നിങ്ങളുടെ അഭിപ്രായം ഷോ അല്ലേ, അപ്പം ആഫ്റ്റർനൂൺ ഉള്ള ഷോയ്ക്ക് കയറുമ്പോഴേ അപ്പം നല്ല ക്രൗഡ് കയറും. അപ്പം അവരുടെ ജെന്യുവൻ ആയിട്ടുള്ളൊരു അഭിപ്രായം നമുക്ക് അറിയാൻ പറ്റും.